ബി ജെ പിക്കെതിരായ വിവാദ പരാമർശം തിരുത്തി RSS നേതാവ് ഇന്ദ്രേഷ് കുമാർ. രാമനെ പൂജിച്ചവർ അഹങ്കാരികളായപ്പോൾ 241 സീറ്റിൽ ഒതുങ്ങിയെന്നാണ് ഇന്നലെ പറഞ്ഞത്. രാമക്ഷേത്രം പുനർനിർമ്മിച്ചവർ അധികാരത്തിൽ എത്തിയെന്നാണ് തിരുത്തം. ഡൽഹിയിൽ നിന്നും ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ വായിച്ചിരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിലെ പാർട്ടി സമ്മർദ്ദമായിരിക്കാം, അല്ലെങ്കിൽ RSSന്റെ സമ്മർദ്ദമായിരിക്കാം അദ്ദേഹം ഇങ്ങനെ തിരുത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയൂ. ഗുഡ് മോർണിംഗ് SKN. തീർച്ചയായും അത്തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം തന്നെയായിരിക്കാം ഇന്ദ്രേഷ് കുമാർ തൻ്റെ മുൻ നിലപാട് തിരുത്താൻ കാരണമായത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പരാമർശമാണ് വിവാദമായത്. രാജസ്ഥാനിലെ ജയ്പൂരിൽ നടത്തിയ പരാമർശത്തിൽ ഈ രാമഭക്തിയുടെ പേരിൽ അഹങ്കരിച്ചവർക്ക് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റു എന്നും 241 സീറ്റിലേക്ക് ഒതുക്കപ്പെട്ടു എന്നുമാണ് അദ്ദേഹം പരാമർശം നടത്തിയത്. ഇത് വലിയ വിവാദമാവുകയും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഇത് RSSും BJPയും തമ്മിൽ അത്ര നല്ല സുഖകരമായ ബന്ധത്തിലല്ല ഇപ്പോൾ ഉള്ളത് എന്ന തരത്തിൽ പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കാലയളവിൽ തന്നെ പല പ്രതിപക്ഷ പാർട്ടികൾ, ഉദ്ധവ് താക്കറെ അടക്കമുള്ള നേതാക്കൾ ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തിയിരുന്നു. അതിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഈ പ്രചരണം നടത്തിയത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തൻ്റെ മുൻ നിലപാട് തിരുത്തിക്കൊണ്ട് ഈ രാമനെ എതിർത്തവർക്ക് പരാജയം ഏറ്റു എന്നും അതേസമയം രാമക്ഷേത്രം പുനർനിർമ്മിച്ചവർക്ക്, യാഥാർത്ഥ്യമായവർക്ക് അധികാരത്തിൽ എത്തി എന്നുമുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശം നടത്തിയത്, തൻ്റെ മുൻ നിലപാട് മാറ്റിക്കൊണ്ടുള്ള പരാമർശം നടത്തിയത് നേരത്തെ RSS മേധാവി മോഹൻ ഭഗവത് നടത്തിയ ഒരു പരാമർശം, BJP സർക്കാരിനെതിരായി നടത്തിയ പരാമർശത്തിൻ്റെ തുടർച്ച എന്ന നിലയിലായിരുന്നു ഇന്ദ്രേഷ് കുമാറിൻ്റെ ഈ പരാമർശം. എന്തായാലും തൻ്റെ നിലപാട് അദ്ദേഹം മാറ്റിയിരിക്കുകയാണ്. അതേസമയം മോഹൻ ഭഗവത് ഇന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയായേക്കുമെന്നാണ് സൂചന. SKN. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.